മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ മരിച്ച ഒരാളെ കൂടി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ബിജീഷ് വടക്കേപ്പുരയിലിന്റെ മൃതദേഹമാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇനി ഒരു മൃതദേഹം കൂടിയേ തിരിച്ചറിയാനുള്ളൂ. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി. സോണൽ, ഇപ്പോൾ 8ാമത്തെ മൃതദേഹം കൂടി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ബിജീഷ് എന്നാണ് പേര്. ബിജീഷ് വടക്കേപ്പുരയ്ക്കൽ. എന്താണ് ഇപ്പോൾ ബിജീഷുമായി ബന്ധപ്പെട്ട് അറിയാനാകുന്നത്? ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇന്നലെ മുതൽ തന്നെ ബിജീഷിന്റെ ബന്ധുക്കൾ ഈ മോർച്ചറിക്ക് മുന്നിലുണ്ടായിരുന്നു. പലതവണ അവർ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തിയതാണ്. അങ്ങനെയാണ് ഒടുവിൽ കൃത്യമായിട്ട് ബിജീഷിന്റെ മൃതദേഹം തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അവരുടെ കൂടുതൽ ബന്ധുക്കളൊക്കെ എത്തിച്ച് ഉള്ള പരിശോധനയിലാണ് പിന്നീട് ബിജീഷ് തന്നെയാണ് എന്നുള്ളത് തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതോടെ 8 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 9 മൃതദേഹങ്ങളായിരുന്നു മോർച്ചറിയിലേക്ക് എത്തിച്ചത്. അതിൽ 8ഉം ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി തിരിച്ചറിയാനുള്ളത് ഒരെണ്ണം കൂടിയാണ്. അതിൽ വിഷ്ണു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൂടി മൃതദേഹം തിരിച്ചറിയേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ ഇവിടെ ഇന്നലെ മുതൽ എത്തുന്നുണ്ട്. കൃത്യമായിട്ടുള്ള പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. DNA സാമ്പിൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട്. മറ്റ് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരിക. അങ്ങനെ ഏതെങ്കിലും ഭൗതിക ദേഹങ്ങൾ ഉണ്ടെങ്കിൽ അത് വിഷ്ണുവിൻ്റെ കുടുംബത്തിന് വിട്ടു നൽകും എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും ഡോക്ടർമാരും പറഞ്ഞ് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിൽ തിരിച്ചറിഞ്ഞ ഭൗതിക ദേഹങ്ങളൊന്ന് സുദർശൻ, വാസുദേവൻ, സുവിൻ, ഈ 3 മൃതദേഹങ്ങൾ ഇന്നലെ തിരിച്ചറിഞ്ഞതാണ്. ഇന്ന് രാവിലെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് എടപ്പാൾ സ്വദേശിയായിട്ടുള്ള മണികണ്ഠൻ, കോട്ടപ്പുറം സ്വദേശിയായിട്ടുള്ള മണികണ്ഠൻ, മലപ്പുറം കുളത്തൂർ സ്വദേശിയായിട്ടുള്ള സുബ്രഹ്മണ്യൻ, എടപ്പാൾ സ്വദേശിയായിട്ടുള്ള വിജയൻ, ഏറ്റവും ഒടുവിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള ബിജേഷ്. അങ്ങനെ 8 മൃതദേഹങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന് പുറമെ ഏകദേശം 32ഓളം ശരീരഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. അതിൽ 11 എണ്ണത്തിൻ്റെയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. 21 എണ്ണത്തിൻ്റെ ഇനി പൂർത്തിയാകാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളും നടപടികളുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മോർച്ചറിയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു മൃതദേഹം കൂടി ഇനി തിരിച്ചറിയാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകളും മറ്റ് തിരിച്ചറിയൽ പരേഡുകളും ഉൾപ്പെടെ ഇവിടെ നടക്കുന്നുണ്ട്. അതായത് സംശയം പ്രകടിപ്പിച്ചെത്തുന്ന ബന്ധുക്കളെ എല്ലാം തന്നെ കൃത്യമായി ആ മൃതദേഹം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ DNA ഉൾപ്പെടെ ശേഖരിച്ച് അത് ഈ ശരീരഭാഗങ്ങളും ചേർത്ത് പരിശോധിച്ചതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ അത് മാച്ചാകുന്നുണ്ടോ എന്നുൾപ്പെടെ പരിശോധിക്കും. അങ്ങനെയുണ്ടെങ്കിൽ ആ ശരീരഭാഗങ്ങൾ അവർക്ക് വിട്ടുചെയ്ത് സംസ്കരിക്കാൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കും എന്നുള്ളത് തന്നെയാണ് ആശുപത്രി അധികൃതരൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും മറ്റൊന്ന് ചികിത്സയിലിരിക്കുന്ന ആളുകളുടെ കാര്യമാണ്. ഗുരുതരാവസ്ഥയിൽ തുടരുന്നവർക്ക് വേണ്ട ചികിത്സ ഉറപ്പുവരുത്തുമെന്ന് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് വിദഗ്ധ സംഘം ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് ഒരു ബോഡി കൂടി, അതായത് ഒരു മൃതദേഹം കൂടിയാണ് ഇനി തിരിച്ചറിയാനുള്ളത്. സ്മൃതി, ശരി. ഇന്നിപ്പോൾ അല്പസമയത്തിനിടയ്ക്ക് 2 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എടപ്പാൾ സ്വദേശി വിജയൻ്റേതും ഇപ്പോൾ ബിജീഷ് വടക്കേപ്പുരയ്ക്കലെ മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു മൃതദേഹം കൂടിയാണ് തിരിച്ചറിയാനുള്ളത്.